അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നമ്മളുള്ളത് ഇല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം അള്ളാഹു തൃപ്തിപ്പെടുന്ന ഇരുത്തമാക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സദസ്സിലേക്ക് മനസ്സിലൊരുപാട് സങ്കടങ്ങൾ മാറിക്കിട്ടണമെന്ന് ആഗ്രഹത്തിൽ വന്നവരുണ്ട്. മനസ്സിലെ മുറാദുകൾ ഹാസിലാകണമെന്ന് കരുതിയവർ, ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് രക്ഷ വേണമെന്ന് കരുതുന്നവർ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാവർക്കും യാ റബ്ബന നീ സമാധാനം ഈ സദസ്സിലൂടെ നിൻ്റെ ഖുർആനിലൂടെ നൽകണേ റഹ്മാനെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്തുൽ ഫീൽ പഠിച്ചു. അത് ജീവിതത്തിൽ എല്ലാവരും പതിവാക്കാൻ തുടങ്ങിയോ? കൃത്യമായി ആശയമൊക്കെ മനസ്സിലാക്കി പതിവാക്കിയായിരുന്നോ? അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് അതിനോട് ചേർന്ന് അതിൻ്റെ അടുത്ത സൂറത്ത് അതേതാണ്? സൂറത്തുൽ ഖുറൈശാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മളെപ്പോഴും ഓതുന്ന സൂറത്തല്ലേ, പക്ഷേ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഓതാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? എന്നോടൊപ്പം നോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. മനോഹരമായ സൂറത്താണ് അല്ലേ? എന്താണ് ഈ സൂറത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്ന വിഷയം? എന്തിനെക്കുറിച്ചാണ് പടച്ചോൻ ഇതിൽ പറയുന്നത്? ഈ സൂറത്തിൻ്റെ മഹത്വം എന്തൊക്കെയാണ്? ഇതിൻ്റെ ആശയം എന്താണ്? പടച്ച റബ്ബ് പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കൃത്യം രാവിലെ 6 മണിക്ക് നടക്കുന്ന സ്വബാഉൽ ഖൈറിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഹംദ് കൊണ്ട് നമ്മൾ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്ന മനോഹരമായ സദസ്സാണ്. അള്ളാഹു അത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. സ്വബാഹുൽ ഖൈറിൻ്റെ അഹ്ലുകാരെ യാ റബ്ബ് അള്ളാഹു റബ്ബുൽ ആലമീൻ പരലോകത്ത് വെച്ച് പ്രത്യേകം ക്ഷണിക്കപ്പെടുന്നവരിൽ കാരുണ്യവാനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് കടക്കാം. സൂറത്തുൽ ഖുറൈശ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഈ സൂറത്തിൽ ഖുറൈശികളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുറൈശികൾക്ക് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പടച്ചോൻ പറയണം. അതിൽ പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അവരോട് നന്ദി ചെയ്യാൻ പറയാണ് റബ്ബ് അല്ലേ? അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിൽ എത്ര ആൾക്കാർ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര പേര് നന്ദി ചെയ്യുന്നുണ്ട്? അള്ളാഹ് തരാത്തത് വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നാവ്, ഈ വായ, ഈ പല്ല്, ഈ കണ്ണ്, ഈ മൂക്ക്, അങ്ങനെ തുടങ്ങിയിട്ട് എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ എല്ലാം തന്ന റബ്ബുന അവന് കൃത്യമായി നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന മനോഹരമായൊരു സൂറത്താണ് ഇത്. സൂറത്ത് മക്കിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് പോകുന്നതിന് മുൻപ് ഇറങ്ങിയ സൂറത്തിനാണ് മക്കി എന്ന് പറയാം. അപ്പോൾ ഇത് മക്കി സൂറത്താണ്. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ യാത്ര പുറപ്പെടും മുമ്പ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ അല്ലേ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്കില്ലെങ്കിൽ വലിയ അപകടമാണ്. അപ്പോൾ യാത്ര പുറപ്പെടും മുമ്പ് 3 തവണ ഈ സൂറത്ത് ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഇടതുകാല് വെച്ച് പുറത്തിറങ്ങും, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ആ ദിക്ർ ചൊല്ലും. ശേഷം എന്ത് ചെയ്യുക? 3 തവണ ലീലാഫി ഖുറൈശ് സൂറത്ത് ഓതുക. അങ്ങനെ പോയി തിരിച്ചു വരുന്നത് വരെ അള്ളാഹു നിനക്ക് കാവൽ നൽകുമെന്ന് മഹാരഥന്മാരായ അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ചില പ്രത്യേകതകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലഈഫായ ഹദീസ് കാണാം. ഹദീസ് ലഈഫാണെങ്കിലും നമുക്കിത് അമൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സൂറത്ത് 1 തവണ ഓതിയാൽ കഅബാലയം തവാഫ് ചെയ്യുന്ന മനുഷ്യരുടെ പ്രതിഫലം പോലും, അത്ര കണ്ട് പ്രതിഫലം പോലും അള്ളാഹു നമുക്ക് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസ് കാണാം. അതിൽ പറയണത് എന്താണെന്നറിയോ? ഇത് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം ഊന്നിയതിന് സമാനത്രേ. 1 തവണ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ 1/3 ഭാഗം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു തആല നമുക്ക് തരും. ഈ സൂറത്തിൻ്റെ ആശയം നമുക്കൊന്ന് പഠിച്ചാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ്. ഖുറൈശികൾക്ക് നാം ഇണക്കിക്കൊടുത്തതിനാൽ, ഖുറൈശികൾക്ക് പടച്ചോൻ എന്ത് ചെയ്തു? ഇണക്കിക്കൊടുത്തു. അതായത് പടച്ചോൻ ഖുറൈശികൾക്ക് ഇഷ്ടപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇഷ്ടപ്പെടുത്തി കൊടുത്തു. എന്താ പടച്ചോൻ ഇഷ്ടപ്പെടുത്തി കൊടുത്തത്? ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. തണുപ്പ് കാലത്തെ യാത്രയും ചൂടുകാലത്തെ യാത്രയും അള്ളാഹു അവർക്ക് ഇഷ്ടപ്പെടുത്തി കൊടുത്തു.
എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ? തണുപ്പ് കാലത്തും ചൂട് കാലത്തും ഒക്കെ കുറേശികൾക്ക് കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ യാത്രയെ പടച്ചവൻ ഇഷ്ടപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ വിശദീകരണം ബാക്കിയിൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം മുതൽ പറഞ്ഞു നോക്കിയേ. ലീലാഫി ഖുറൈശ്, അള്ളാഹു ഖുറൈശികൾക്ക് ഇഷ്ടപ്പെടുത്തി കൊടുത്തതിനാൽ, ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്, തണുപ്പ് കാലത്തെ യാത്രയും ചൂട് കാലത്തെ യാത്രയും അള്ളാഹു ഇഷ്ടപ്പെടുത്തി കൊടുത്തതിനാൽ, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, കഅബാലയത്തിൻ്റെ നാഥനായ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. എന്താ പഠിച്ചാൽ പറയണേ? നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ തണുപ്പ് കാലത്തെ യാത്രയും ചൂടുകാലത്തെ യാത്രയും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് യാത്രകളും ഇഷ്ടപ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് പടച്ചവനാണ് എല്ലാം തന്നത്. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തന്നത് റബ്ബാണ്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണേ. എങ്ങനെയുള്ള റബ്ബാണ് അവൻ? അല്ലദീ അത്അമഹും മിൻ ജൂഅ്. മനസ്സിലായി? എന്ത് മനോഹരമായിട്ടാണ് അള്ളാഹു പറയുന്നത്. അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണം നൽകിയ അള്ളാഹ്. എങ്ങനെയുള്ള റബ്ബ്? വിശന്നിരിക്കുമ്പോൾ പട്ടിണി കിടത്താതെ പ്രയാസപ്പെടുത്താതെ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ നാഥനായ റബ്ബുൽ ആലമീനെ നിങ്ങൾ ആരാധിക്കണേ. വആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും മോചനം നൽകിയ അള്ളാഹു. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്ങളിൽ നിന്നും വിശപ്പിൽ നിന്നുമൊക്കെ മോചനം നൽകിയ അള്ളാഹ്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കും മനുഷ്യരെ. ഖുറൈശികളോട് പടച്ചവൻ പറയാണ്. ഈ തണുപ്പ് കാലത്ത് അവർ പോയിരുന്നത് യമനിലേക്കാണ്, ചൂട് കാലത്ത് അവർ പോയിരുന്നത് ഷാമിലേക്കുമാണ്. മക്കയിൽ വിഭവങ്ങൾ കുറവാണ് അല്ലേ? അവിടെ ഈ ഉള്ള വിഭവങ്ങളും കൊണ്ട് ഇവർ യമനിലേക്ക് ഷാമിലേക്കൊക്കെ പോകും. അന്നത്തെ അതവിടെ കച്ചവടം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? തങ്ങൾക്ക് ഈ നാട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. ഗോതമ്പൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് വേണം. മനസ്സിലാവുന്നുണ്ടോ? ആകെ 1-2 സാധനങ്ങളെ മക്കത്ത് വിളയുന്നുള്ളൂ, ബാക്കിയൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് വേണം, അല്ലെങ്കിൽ ഇവർ പട്ടിണിയാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരണ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവർ യാത്ര പോകണം. ഈ യാത്ര എന്ന് പറഞ്ഞാൽ 2-3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. 2-3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ യാത്ര സമയത്ത് നൃത്തവും പാട്ടും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ളൊരു വലിയ കച്ചവട സംഘമായിട്ടാണ് പോണത്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെയാണ്. ചില സമയത്ത് കൊടും ചൂടാണ്, ചില സമയത്ത് കൊടും തണുപ്പാണ്. അവർക്ക് മനസ്സിൽ പടച്ചോനൊരു ഇഷ്ടം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ യാത്ര അവർ ചെയ്യില്ലായിരുന്നു. യാത്ര ചെയ്യാണ്ട് വന്ന് എന്തു പറ്റും? അവർ പട്ടിണി കിടന്ന് മരിക്കും. കാരണം അവിടെ ഒന്നുമില്ല മക്കത്ത്. മനസ്സിലാവുന്നുണ്ടോ? പുറത്തുനിന്ന് വന്നിട്ട് വേണം അവർക്ക് ഭക്ഷണം. ആ ഭക്ഷണം അവർക്ക് കിട്ടണമെങ്കിൽ അവർ യാത്ര ചെയ്ത് എവിടെ പോകണം? ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് പോകണം. അത് 2-3 മാസത്തെ യാത്രയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ യാത്രയെ അള്ളാഹു അവർക്ക് ഇഷ്ടപ്പെടുത്തി കൊടുത്തു. സുബ്ഹാനക യാ റബ്ബ് അല്ലേ? അങ്ങനെ ഇഷ്ടപ്പെടുത്തി കൊടുത്തതിനാൽ ആ റബ്ബിനെ, അള്ളാഹു റബ്ബുൽ ആലമീനെ നിങ്ങൾ വണങ്ങണേ എന്ന് പടച്ച റബ്ബ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വആമനഹും മിൻ ഖൗഫ്, പടച്ചവനോട് പറയുന്നത് എന്താണ്? ഈ യാത്രക്കിടയിൽ വരുന്നൊരു പ്രശ്നമാണ് എന്ത്? ഇവർ പോകുമ്പോൾ അവിടെ കൊള്ളക്കാരും മറ്റുമൊക്കെ ഉണ്ടാവും. ഇവർക്കുള്ളൊരു പ്രത്യേകത എന്ത്? ഖുറൈശികൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഖുറൈശികളാണ് കഅബാലയം സംരക്ഷിക്കുന്ന ആളുകൾ അല്ലേ? കഅബാലയം സംരക്ഷിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ലോകത്തെല്ലായിടത്തും ഇവർക്കൊരു പേരും പെരുമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് ആരും എതിർക്കാൻ പോകില്ല. കൊള്ളക്കാർ പോലും വഴിവക്കിൽ നിൽപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ കഅബ സംരക്ഷിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഒഴിവാക്കി കളയും. അപ്പോൾ ഇവർക്കൊക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ നൽകിയതാരാണ്? ആ നിർഭയത്വം നൽകിയതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. സുബ്ഹാനക യാ റബ്ബ്. അങ്ങനെയുള്ള റബ്ബിന് നിങ്ങൾ നന്ദി ചെയ്യണ്ടേ? പക്ഷേ ഇവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി ചെയ്തോ? ഇല്ല, അവർ നേരെ തിരിച്ചാണ് ചെയ്തത്. കഅബാലയത്തിൻ്റെ ഉള്ളിൽ പോലും വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. അള്ളാഹുവിന് വഴിപ്പെടാത്ത മനുഷ്യന്മാരായി തീർന്നു അല്ലേ? അപ്പോൾ അവരോട് പടച്ചവൻ പറയാണ്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തന്ന അള്ളാഹുവിന് നന്ദി ചെയ്യണേ. ഈ കഅബാലയത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. ഇന്നും മക്കത്തെ രാജാവ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ, 2 ഹറമിൻ്റെയും വേലക്കാരൻ എന്ന പേരിലാണ് മക്കത്തെ രാജാവ് അറിയപ്പെടുന്നത്. ഹറമിൻ്റെ വേലക്കാരൻ. മനസ്സിലാവുന്നുണ്ടാ? നമ്മുടെ പള്ളിയുടെ വേലക്കാരനാണ് പള്ളി പ്രസിഡന്റ് എന്ന് പറഞ്ഞു നോക്കട്ടെ. എന്തൊക്കെ ജിഹാദ് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളിക്ക് സേവനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ മഹത്തരമായ കാര്യമാണ്. അവർക്കൊരു വാല്യൂ സേവനം ചെയ്യുന്നവർക്കല്ല, അത് ഭരിക്കാൻ വരണവർക്കല്ല. അള്ളാഹിൻ്റെ പള്ളി ഭരിക്കാൻ ഇവിടെ അള്ളാഹ്ക്ക് ആരെ ആവശ്യമില്ല. അള്ളാഹുടെ പള്ളിയുടെ ഭരണാധികാരി അത് അള്ളാഹു തന്നെയാണ്. അവൻ്റെ വീടാണത്, അവൻ്റെ ഭവനാണ്. മനസ്സിലാവുന്നുണ്ടാ? അവിടെ സേവനം ചെയ്യാൻ വരുന്ന ആളുകൾക്കൊരു വാല്യൂ ഉണ്ട് എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അവർക്ക് അള്ളാഹു നൽകിയ 2
അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പടച്ചവൻ എടുത്തു പറഞ്ഞത്? ഒന്ന് ഭക്ഷണമാണ്. വിശന്നപ്പോൾ ഭക്ഷണം നൽകി. മറ്റൊന്ന് നിർഭയത്വം, സാമൂഹികമായ സുരക്ഷിതത്വം നൽകി. പ്രത്യേകിച്ച് കേരളക്കാരായ നമുക്ക് അത്രത്തോളൊരു ബുദ്ധിമുട്ട് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? ഭക്ഷണം 3 നേരത്തിന് പകരം 4 നേരം കഴിക്കുന്നവരുണ്ട്. പിന്നെ സാമൂഹികമായി നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്ക് സുരക്ഷിതത്വമുണ്ട്. കേരളത്തിൻ്റെ പുറത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? എത്ര മനുഷ്യന്മാരാണെന്നറിയോ ഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നേ? കേരളത്തിൽ തന്നെ ചിലരുണ്ട് എന്നുള്ളതാണ്, പലരും ഉണ്ട് എന്നുള്ളതാണ്. യാ അല്ലാഹ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഒരിക്കൽ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയ സമയത്ത് ഒരു വടാപ്പാവ് ദഅവത്തിന് വേണ്ടി പോയ സമയത്ത് കാണുകയാണ്. ചില വീടുകളിൽ അവരന്ന് കഴിക്കുന്നത്, ഒരു കുട്ടി അന്ന് ആകെ കഴിക്കുന്നത് ഒരു വടാപ്പാവാണ്. വടാപ്പാവ് എന്ന് പറഞ്ഞാൽ 2 ബണ്ണിൻ്റെ ഇടയിൽ ഒരു വട വെച്ച് തരും. അതങ്ങനെ കടിച്ചു തരും. ഒരു ദിവസം ആകെ ആ ഒരു ബണ്ണും ആ ഒരു വടയും, അതാണ് അവരുടെ ഭക്ഷണം. കുടിക്കുന്ന വെള്ളം ചെളിവെള്ളം പോലുള്ള വെള്ളം. നമ്മളിങ്ങനെ റബ്ബിനെ സ്തുതിച്ചു പോകും, യാ റബ്ബി നീ എനിക്ക് എന്തോരം ഭക്ഷണം തന്നല്ലാ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഭക്ഷണവും നമ്മുടെ വെള്ളവും എല്ലാം പടച്ചോൻ ഏറ്റെടുത്തതാ. എല്ലാവർക്കും പടച്ചോൻ ഭക്ഷണം നൽകുമെന്നാണ് പറഞ്ഞ്. എന്നിട്ട് എന്താ ചില ആളുകൾ പട്ടിണി കിടക്കണേ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില ആളുകൾ പട്ടിണി കിടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ പട്ടിണി കിടക്കുന്നവൻ്റെയും ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നവരാ. വയറ് നിറയ്ക്കാൻ പാടില്ല, വയറ് നിറയ്ക്കാൻ പാടില്ല. വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം, അത്രയേ ഉള്ളൂ. വിശപ്പകറ്റിയാൽ ഭക്ഷണം നിർത്തുക, അത്ര ഭക്ഷണം എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നിറച്ച് പരത്തി അങ്ങ് എടുക്കാൻ പാടില്ല. 1 മണി അരി പോലും വേസ്റ്റ് ആക്കരുതേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയില്ല ഫി അയ്യി ഷൈഇൻ ബറക, ഏതിലാണ് ബറക്കത്തുള്ളത് നമുക്കറിയില്ല. ബറക്കത്തുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബറക്കത്തില്ലാത്തത് കഴിച്ച് എന്ത് സംഭവിക്കും? നമുക്ക് മാരകമായ രോഗങ്ങൾ വരും. ക്യാൻസറും അതുപോലെ തന്നെ തുടങ്ങിയ പല രോഗങ്ങളും വരും. എല്ലാ രോഗത്തിൻ്റെയും ഉത്ഭവ കേന്ദ്രം അത് വയറാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട് കുട്ടികളോട്, അത് കഴിക്കുമോനെ, വയറ് നിറച്ച് കഴിക്കുന്നത് പറയല്ലേ. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. നിർബന്ധിച്ച് പ്ലേറ്റിലുള്ളത് മുഴുവൻ തീറ്റിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ആദ്യം തന്നെ കുട്ടികൾക്ക് വളരെ കുറച്ചിടുക, അത് കഴിച്ചിട്ട് വേണമെങ്കിൽ അടുത്തത് കൊടുക്കുക. അങ്ങനെയുള്ള സ്വഭാവമൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കുന്ന ഭക്ഷണം ഏതോ ഒരുത്തൻ പട്ടിണി കിടക്കുന്നതിൻ്റെ ഫലമാണ്. ഏതോ ഒരുത്തൻ പട്ടിണി കിടക്കുന്നത് നമ്മൾ ഈ വേസ്റ്റാക്കുന്ന ഭക്ഷണം, ഈ ഭക്ഷണം നിമിത്തമാണ്. അത് അവന് കിട്ടേണ്ട ഭക്ഷണമാണ്. നമ്മൾ വേസ്റ്റാക്കിയതുകൊണ്ട് അവന് കിട്ടണില്ല, അവൻ പട്ടിണി കിടക്കുക. നാളെ പടച്ചോൻ്റെ മുമ്പിൽ പോയിട്ട് ഉത്തരം പറയാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അത്ര വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? സൂറ ഇബ്രാഹിമിൽ അല്ലാഹ് പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്താൽ പടച്ചോൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പം എങ്ങനെയാണ് നന്ദി ചെയ്യുക? ഭക്ഷണം അള്ളാഹ് തരുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം ദാനം ചെയ്യുക, അതിനുവേണ്ടി സ്വതക്ക ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക. എപ്പോഴും ചിന്ത വേണം, എൻ്റെ റബ്ബ് തന്നതാണ്, എൻ്റെ റബ്ബ് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു പോയേനെ, ഞാൻ അധ്വാനിച്ചതൊന്നും അല്ല ഇത്. അങ്ങനെയുണ്ട് ചില ആളുകളുടെ ചിന്ത. നീ അധ്വാനിച്ചത് കൊണ്ടുണ്ടായതാണോ ഇതൊക്കെ എന്നൊരു ചിന്ത ഉണ്ട്. അല്ലടോ, അല്ലല്ല. നിന്നെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നതാണ് 12 മണിക്കൂർ പണിയെടുക്കുന്ന ബംഗാളികളുണ്ട് വരെ ഇവിടെ ഉണ്ട്. അവരൊന്നും കോടീശ്വരന്മാരായിട്ടില്ല. എന്നിട്ട് നിനക്കല്ല തന്നത്, നിനക്ക് കിട്ടിയത് അല്ല തന്നതാ. അതുകൊണ്ട് തന്നെ നീ ഈ കഴിക്കുന്നത്, നീ കൊടുക്കുന്നത്, നിൻ്റെ മനസ്സിൽ അഹങ്കാരം വരല്ലേ, ഇതെൻ്റെ റബ്ബ് തന്നതാണ് എന്നുള്ള ബോധ്യം വേണേ. അങ്ങനെ കഴിക്കണം. അതാണ് ഏറ്റവും വലിയ നന്ദി. അങ്ങനെ നന്ദിയുള്ളവനായി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഒരിക്കലും മുട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരെ അള്ളാഹു പരീക്ഷിക്കും, അവരിൽ നിന്ന് എടുത്തു കളയുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇല്ലേ? ലൈൻ ശക്രതും, നന്ദി ചെയ്താൽ പടച്ചോൻ അധികരിപ്പിച്ചു തരും. നന്ദി ചെയ്തില്ലെങ്കിലോ പടച്ചോൻ ബറക്കത്തെടുത്ത് കളയും, ദാരിദ്ര്യം തരും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ആ മുതലാളിയൊക്കെ എന്ത് കൊടുത്തിട്ടാ? ഒന്നും കൊടുത്തിട്ടില്ല അയാളൊന്നും, പക്ഷേ അത് ദാരിദ്ര്യമില്ലല്ലോ. ആര് പറഞ്ഞ ദാരിദ്ര്യമില്ല എന്ന്? നിങ്ങൾ കാണുന്നുണ്ടോ അവരുടെ മനസ്സ്? കൽബിൻ്റെ ഉള്ളിൽ ദാരിദ്ര്യമാണ്. ഒന്ന് സമാധാനം ഉണ്ടാവില്ല, വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. മറ്റൊന്ന് ചിലപ്പോൾ വിശാലമായ ഭക്ഷണം ഉണ്ടാകും, മുതലാളിക്ക് തൊടാൻ പറ്റൂല. ഷുഗറാ, പ്രഷറാ, കൊളസ്ട്രോളാ, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ മറ്റു പല ആന്തരിക അവയവങ്ങൾക്ക് വീക്കം സംഭവിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എത്ര വലിയ അപകടമാണതൊക്കെ. ഭക്ഷണം വെച്ച് കളിക്കല്ലേ, ഭക്ഷണത്തോട് ബഹുമാനം വേണം എന്നാണ്. ആദ്യം വിളമ്പേണ്ടത് ഭക്ഷണം, എന്നിട്ട് നമ്മളൊന്നിരിക്കണം. അങ്ങനെയല്ല, എല്ലാവരും ഇരുന്നതിന് ശേഷം മാത്രം ഭക്ഷണം വിളമ്പുക. ഭക്ഷണത്തെ ബഹുമാനിക്കണം, ഭക്ഷണത്തോട് ആദരവ് കാണിക്കണം. ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. താഴെ വീണാൽ കഴുകിയിട്ടാണെങ്കിലും ഭക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നന്ദി ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുന്നില്ലേ? ഇല്ലേ? അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുന്നില്ലേ?
അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? നന്ദിയുള്ള ഹൃദയമുള്ളവരാകണേ. വഹും ഖലീൽ, അവർ വളരെ കുറച്ചുള്ളൂ എന്ന് ഖുർആൻ. അവർ മാത്രം രക്ഷപ്പെടും, അല്ലാത്തവർ തോറ്റുപോകുന്നു. അപ്പോൾ ആ ആശയം മനസ്സിലാക്കി ഒരിക്കൽ കൂടെ ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ സ്വഭാവുൽ ഖൈറിലേക്ക് കൃത്യമായിട്ട് പങ്കെടുക്കണം കേട്ടോ എല്ലാവരും. നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, ഇച്ചിരി മുത്തനബി തങ്ങളുടെ ബൈത്ത് ചൊല്ലണം, ദ്വാരക്കണം. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. എന്ത് ലക്ഷ്യത്തിലാണോ നമ്മളുള്ളത് ആ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا أحق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد
أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كاللغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخدع
كريمي جل مولاي صل وسلم على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذبت الباني ريح صابا وأطرب العيسى حد العيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാ. കൈവെടിയല്ലേ അല്ലാ. ഒരുപാട് മുറാദുകൾ പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തവർ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കുമിടയിൽ, അങ്ങനെ കുടുംബാദികൾക്കിടയിൽ ഐക്യം നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് അല്ലാ. ആജിലും കാമിലുമായ ശിഫാ നൽകണേ അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പടച്ചവനെ, മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥകളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ ഈമാനിൽ ദുർബലരായ ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാ. ഇസ്തിഖാമ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. പടച്ചവനെ, മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ പരീക്ഷണങ്ങളിലും നീ വിജയം നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർ ഓരോരോ ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുമ്പോഴും അവരുടെ കൽബിൽ പ്രതീക്ഷകളുടെ പുൽനാമ്പുകൾ മുളയ്ക്കുകയാണ്. യാ റബ്ബനാ, യാ റബ്ബനാ. അവരുടെ പ്രതീക്ഷകൾ നീ അസ്ഥാനത്താക്കല്ലേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. എന്നും രാവിലെ 6 മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. സ്വബാഹുൽ ഖൈർ കുടുംബമുണ്ട്. യാ റബ്ബനാ, ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ആസ്വദിക്കാൻ ആ ഹംദ് പറയുന്ന സദസ്സിലൂടെ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ അല്ലാ. എത്ര തന്നാലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഹലാലായ വരുമാനം നൽകണേ അല്ലാ. ഹലാലായ വരുമാനം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, നിർമ്മാണത്തിലിരിക്കുന്നവരുണ്ട്. എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് അത് ലഭ്യമാകാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മേഖലകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ പൈശാചികതകളിൽ നിന്നും മുക്തി നൽകണേ അല്ലാ. അപകട മരണം നൽകല്ലേ അല്ലാ. അപകടങ്ങളിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോകുന്ന മയ്യത്തുകളാക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എന്താണ് ഖബറിലെ അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ അദാബിലാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പുണ്യഭൂമികളിൽ ചെന്നെത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ നീ പിടിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾ
ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ